നമസ്കാരം. കൊക്ക് മീൻ കുഞ്ഞുങ്ങളെ തിന്നുമ്പോൾ അതിൻ്റെ വിചാരം താൻ അവയ്ക്ക് മോക്ഷം കൊടുക്കുന്നു എന്നാണ്. ഇങ്ങനെ കൊന്നു മോക്ഷം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണോ കേരളത്തിലെ CPM? ആദ്യം കൊന്ന് മോക്ഷം കൊടുക്കും, പിന്നെ കൊന്നവർക്കും കൊല്ലിച്ചവർക്കും മോക്ഷം കൊടുക്കും. ഇങ്ങനെ കൊന്നു തള്ളിയവരുടെ ചുടലയ്ക്ക് കാവലിരുന്നിട്ടാണ് ഈ പാർട്ടി ഇപ്പോൾ മാനവികതയെപ്പറ്റിയും മനുഷ്യ സ്നേഹത്തെപ്പറ്റിയും പറയുന്നത്. CPMന് കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടയിൽ പലവിധ പരിണാമങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോഴത്തെ DGP നിയമനം. കൂത്തുപറമ്പിലെ 5 രക്തസാക്ഷികളെ കൊണ്ട് ഈ പാർട്ടി ചില്ലറ മുതലെടുപ്പല്ല അക്കാലത്ത് നടത്തിയത്. ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായിരുന്ന പുഷ്പനെ ചില്ലറയല്ല മുതലെടുത്തത്. അങ്ങനെ 6 ചെറുപ്പക്കാരെ കാലപുരിക്കയക്കാൻ കാഞ്ചി വലിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇതാ പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ DGPയായി അവരോധിക്കപ്പെട്ടിരിക്കുന്നു. ഈ വാർത്ത കേട്ട് കൂത്തുപറമ്പിലെ രക്തസാക്ഷികൾ ബലികുടീരങ്ങളിൽ കിടന്ന് വിറകൊള്ളുകയാണ്. അവരുടെ ആത്മാക്കൾ അലറി വിളിക്കുകയാണ്. തലയിൽ കൈവച്ച് പിണറായി വിജയനെ ശപിക്കുകയാണ്. 1994 നവംബർ 25-നാണ് കൂത്തുപറമ്പിൽ വെടിവയ്പുണ്ടായത്. 5 DYFIക്കാർ കൊല്ലപ്പെട്ടു. അന്ന് സഹകരണ മന്ത്രിയായിരുന്ന MV രാഘവനെ ആക്രമിക്കാൻ തടിച്ചുകൂടിയ DYFIക്കാരെ പിരിച്ചുവിടാൻ വേണ്ടി പോലീസ് നടത്തിയ വെടിവയ്പ്പിലായിരുന്നു മരണം. സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾക്കെതിരെയായിരുന്നു അന്ന് പാർട്ടിയുടെ സമരം. അന്നത്തെ ASP ആയിരുന്ന രവതാ ചന്ദ്രശേഖറാണ് വെടിവെപ്പിന് ഉത്തരവിട്ടത് എന്നാണ് ആരോപണം. കൂത്തുപറമ്പിൻ്റെ പേരിൽ ചില്ലറ കൂത്തല്ല CPMകാർ ഈ നാട്ടിൽ കാട്ടിക്കൂട്ടിയത്. ഇപ്പോൾ സ്വാശ്രയ സ്ഥാപനങ്ങളെ എല്ലാം പാർട്ടി പാലൂട്ടി താരാട്ടി വളർത്തുന്നു. പരിയാരം മെഡിക്കൽ കോളേജ് പാർട്ടിയുടെ സ്വന്തമാണ് താനും. കാലം മാറി, കഥ മാറി, കാലാവസ്ഥ എങ്ങും മാറി, കമ്മ്യൂണിസവും മാറി. അങ്ങനെ UDF സർക്കാരിൻ്റെ കാലത്തെ കൊല്ലപ്പെട്ട DYFIക്കാരുടെ ശവത്തിന് മുകളിൽ ചവിട്ടി നിന്നുകൊണ്ടിതാ പിണറായി സർക്കാർ ആ സഖാക്കളുടെ ആത്മാവിനെ പോലും വഞ്ചിച്ചിരിക്കുന്നു. സംസ്ഥാനത്തിൻ്റെ പുതിയ DGPയായി രവതയെ നിയോഗിച്ച പിണറായി സർക്കാർ ചെങ്കൊടിയെ തന്നെ വഞ്ചിച്ചിരിക്കുന്നു. മനുഷ്യഹത്യ നടത്തിയ സകല പോലീസ് ഉദ്യോഗസ്ഥരും പിണറായി വിജയൻ്റെ പ്രിയപ്പെട്ടവരാകുന്നതിൻ്റെ ഗുട്ടൻസ് എന്തായിരിക്കും? ഗുജറാത്തിൽ നടന്ന വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ പേരുദോഷം കേൾപ്പിച്ച ലോക്നാഥ് ബെഹ്റ പിണറായിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു. DGP പദവി ഒഴിഞ്ഞിട്ടും ബെഹ്റയെ കൊച്ചി മെട്രോയിൽ കനത്ത ശമ്പളം നൽകി ഇരുത്തിയിരിക്കുകയാണ്. എന്തായിരിക്കും അതിൻ്റെ ഒരു ഗുട്ടൻസ്? കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായ ഒരാൾ മുൻ പോലീസ് മേധാവിയായിരുന്ന രമൺ ശ്രീവാസ്തവയായിരുന്നു. എന്തൊക്കെ ആരോപണങ്ങളുടെ നടുവിലായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചത്? ഒരു ഘട്ടത്തിൽ CPMും CPIയും ആ നിയമനത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. KSFയെ തകർക്കാൻ വിജിലൻസ് റെയ്ഡ് നടത്തിയെന്നായിരുന്നു അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം. സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയായിരുന്നത്രേ രമൺ ശ്രീവാസ്തവ KSFയുടെ വ്യക്തിത്വം നശിപ്പിച്ച് ആ പണിക്കിറങ്ങിയത്. കളങ്കിതരായ ഉദ്യോഗസ്ഥരെ മുഴുവൻ തൻ്റെ സിൽബന്ദികളാക്കി എന്ത് ഗൂഢപദ്ധതികൾ നടപ്പിലാക്കാനും കേമനാണ് പിണറായി വിജയൻ. ഒരർത്ഥത്തിൽ രവതാ ചന്ദ്രശേഖരനെ പോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ പിണറായിക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ്. കാരണം സർക്കാരിനെതിരെയുള്ള സമരത്തെയാണ് രവത എന്ന് വെടിവെച്ച് അടിച്ചമർത്തിയത്. ഈ മുഖ്യമന്ത്രിയുടെ PS ആയിരുന്ന ശിവശങ്കറിൻ്റെ പണി എന്തായിരുന്നുവെന്ന് നമ്മൾ കണ്ടതല്ലേ? ഇങ്ങനെ ഒരു സ്വർണ്ണക്കടത്തുകാരനെ പ്രൈവറ്റ് സെക്രട്ടറിയാക്കി വെച്ച് പിണറായി വിജയൻ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയിലായിരുന്നെങ്കിൽ ഇപ്പോൾ എവിടെ ഇരിക്കുമായിരുന്നു? പുതിയ DGP നിയമനത്തിനെതിരെ മുള്ളും മുനയും വെച്ച് ആദ്യം പ്രതികരിച്ചത് P ജയരാജനായിരുന്നു. പുഷ്പനെ ഓർത്ത് ഇന്നും വിതുമ്പുന്ന ഒരു നേതാവ് P ജയരാജൻ മാത്രമാണ്. പിണറായിയെ ഒതുക്കത്തിൽ തോണ്ടാനേ പാവത്തിന് പറ്റുകയുള്ളൂ. ഗോവിന്ദൻ ആദ്യ ക്യാപ്സൂളിൻ്റെ വിതരണം നിർവഹിച്ചുകൊണ്ട് പറഞ്ഞു, കൂത്തുപറമ്പ് വെടിവെപ്പ് കേസിൽ രവതാ ചന്ദ്രശേഖരെ കോടതി ഒഴിവാക്കി എന്നാണ്. ഒടുവിൽ പുഷ്പൻ മരിച്ചു. കൊടിയിലെ ചുവപ്പും മാഞ്ഞു. സ്വാശ്രയത്തോടുള്ള സഖാക്കളുടെ എതിർപ്പ് മാറി. ഇനി എല്ലാ സഖാക്കളും പുഷ്പനെ അറിയില്ല, ഞങ്ങൾ പുഷ്പനെ അറിയില്ല എന്ന പാട്ടുപാടി പിരിഞ്ഞു പോകേണ്ടതാണ്. അല്ലാത്തപക്ഷം രവതാ ചന്ദ്രശേഖർ ആകാശത്തേക്ക് വെടിവെക്കുന്നതായിരിക്കും. മന്ത്രിസഭാ തീരുമാനം പുറത്തു വന്നോ എന്ന് ചോദിച്ചുകൊണ്ടാണ് P ജയരാജൻ മാധ്യമങ്ങളെ കണ്ടത്. ഗവൺമെൻറ് കൈക്കൊണ്ട തീരുമാനമാണ്, രാഷ്ട്രീയ തീരുമാനമല്ല എന്നാണ് PJ ആർമിയുടെ സ്ഥാപകൻ പറയുന്നത്. ആരാ സഖാവേ നിങ്ങളുടെ ഗവൺമെൻറ്റും പാർട്ടിയും? രണ്ടും ഒരാൾ തന്നെയല്ലേ? വലതുപക്ഷ മാധ്യമങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നുവെന്നാണ് PJ പറയുന്നത്. അടുത്ത നവംബർ 25-ന് നമുക്ക് കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനമായി ആചരിക്കേണ്ടേ സഖാവേ? വെടിവെപ്പിന് കാരണക്കാരനായ MV രാഘവന് അവസാന കാലത്ത് പാർട്ടി മാപ്പ് കൊടുത്തു. പിണറായി വിജയൻ സന്ദർശിച്ചു.
അങ്ങേരുടെ മകനെ പാർട്ടി ഏറ്റെടുത്തു. വെടിവെപ്പിന് ഉത്തരവിട്ട രവതയെ DGP ആക്കി. പരിയാരം മെഡിക്കൽ കോളേജ് പാർട്ടിയുടേതായി. പുഷ്പനെ പാർട്ടി പാടി തോൽപ്പിച്ചു. ഇനി എന്ത് കൂത്തുപറമ്പ്, എന്തോന്ന് കൂത്തുപറമ്പ്. CPM നേതാക്കന്മാരെ തല്ലിയവരോടെല്ലാം പ്രതികാരം ചെയ്യാനാണെങ്കിൽ ഒരൊറ്റ ഒരുത്തനെ ഇവിടെ DGP ആക്കാൻ പറ്റുകയില്ല. ലിസ്റ്റിലുണ്ടായിരുന്ന നിതിൻ അഗർവാളും ഞങ്ങളുടെ സഖാക്കളെ ക്രൂരമായി തല്ലിച്ചതച്ചുവെന്നാണ് PJ പറയുന്നത്. യോഗേഷ് ഗുപ്ത കുഴപ്പക്കാരനല്ലാതിരുന്നതാണ് പിണറായി കണ്ട ഒരു ദോഷം. ഇത്തിരി വൈകിയെങ്കിലും ആ പുഷ്പൻ നേരത്തെ പോയത് കാര്യമായി. ഇനിയെങ്കിലും ദയവ് ചെയ്ത് നിങ്ങൾ പുഷ്പസംഗീതം ആലപിക്കരുത്. സത്യത്തിൽ ഈ നിയമനത്തിൽ പിണറായിക്ക് വല്ല പങ്കുമുണ്ടോ? പിണറായി തീരുമാനിച്ച പൂരം കലക്കിയെ നിയമിക്കാൻ കേന്ദ്രം അനുവദിച്ചില്ല. ഞങ്ങളുടെ സഖാക്കളെ രവത വെടിവെച്ച് കൊന്നു എന്ന കഥ പറഞ്ഞാൽ കേന്ദ്രം അംഗീകരിക്കുകയുമില്ല. വെടിവെപ്പുണ്ടാകുമ്പോൾ മുമ്പിലെങ്ങും കയറി നിൽക്കാതെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ DYFIക്കാർ ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. ഈ പാർട്ടിയെ നമ്പിയാൽ നമ്പിനവൻ ഉജ്ജ്വലമായിരിക്കും പ്രകടനം.